ഇത് കുറച്ച് കറുത്ത് പോയ പഴം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ കൂടി ഞാൻ നല്ല അടിപൊളി റെസിപ്പി ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഞാനിവിടെ 3 പഴം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വാങ്ങി വെക്കുക വെച്ചാൽ പെട്ടെന്ന് തന്നെ ചൂടുകൊണ്ട് പെട്ടെന്ന് തന്നെ കറുത്ത് പോകില്ലേ. അപ്പോൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിട്ടോ. എന്തായാലും കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് പഴം ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഞാൻ ആദ്യം 2 പഴം എടുത്തിനു കേട്ടോ. പിന്നെ തികയായിട്ട് ഞാൻ 3 പഴം എടുത്തിട്ടാണ് കേട്ടോ ചെയ്തെടുത്തത്. അപ്പോൾ ഇത് ഞാനിതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നല്ല ജീരകം ഇട്ട് കൊടുക്കുക, പിന്നെ ഏലക്ക ഇട്ട് കൊടുക്കട്ടോ. ഇനിയിപ്പോൾ ഏലക്ക നല്ല ജീരകവും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 3 ഗ്ലാസ് പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത പൊടി ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും. ഇത് പാക്കറ്റ് പൊടി, നമ്മളെ ഇടിയപ്പത്തിൻ്റെ പൊടിയില്ലേ, അതാണ് എടുത്തത്. പിന്നെ അരിപ്പൊടി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പച്ചരി വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുക. ഇനി ഇതാ നമ്മൾ അടിച്ച് വെച്ച ഈ ഒരു പഴയില്ലേ, പഴത്തിൻ്റെ കൂട്ട് ഈ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു പഴം കൈവച്ചിട്ട് നല്ലോണം തന്നെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഴം ഒന്നും കൂടി ഞാൻ ചേർത്തിനൊന്ന്. ഞാൻ കുറച്ച് വെള്ളം, 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് അതൊന്ന് അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതാ അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം തന്നെ മിക്സ് ആക്കി കൊടുക്കുക. ആദ്യം തന്നെ വെള്ളം ചേർത്ത് അടിക്കേണ്ടതായിരുന്നു, ഇങ്ങോട്ട് വിട്ടുപോയതാണ് കേട്ടോ. നമ്മളിപ്പോൾ എടുക്കുന്ന സമയത്ത് 3 പഴവും അതുപോലെ തന്നെ വെള്ളം കൂടി ചേർത്തിട്ട് അടിച്ചാൽ മതിയാവും. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള ശർക്കര പാനി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ 2 ഗ്ലാസ് വെള്ളത്തിലാണ് കേട്ടോ ശർക്കര ഉരുക്കിയെടുത്തത്. ഏകദേശം ഒരു 5 ശർക്കര എടുത്തിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു 6 ഒക്കെ എടുക്കാം. പിന്നെ ഇതിപ്പോൾ പാകത്തിനുള്ള മധുരമായിരുന്നു കേട്ടോ ഇത് ഞാനിപ്പോൾ ചെയ്തെടുത്ത സമയത്ത്. അപ്പോൾ ഇത് നല്ലോണം തന്നെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. കട്ടകളില്ലാതെ മിക്സാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോഴും തന്നെ ഇത് നല്ലോണം തന്നെ മിക്സാക്കി കൊടുക്കുക. അല്ലെങ്കിൽ അവിടെ ഇവിടെ ഇങ്ങനെ കട്ടായിട്ട് വെന്ത പോലെ ഉണ്ടാവും കേട്ടോ. അപ്പം നല്ലോണം തന്നെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ ശർക്കര പാനി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ നല്ലോണം തന്നെ മിക്സ് ആക്കി കൊടുക്കുക. ആ ചൂട് തന്നെ കിടന്നിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ആയി വരണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കുക. മൈദ കൂടി പോകാൻ പാടില്ല കേട്ടോ, കുറച്ച് മാത്രം മതിയാവും. അപ്പോൾ അതും കൂടി ഒന്ന് നല്ലോണം തന്നെ ഈ ഒരു മിക്സിൻ്റെ അകത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നല്ലോണം തന്നെ മിക്സാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. നല്ലോണം തന്നെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിന് കേട്ടോ, കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇനി ഇതാ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി നേർപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് കുറച്ചധികം തന്നെ കട്ടിയുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ ഒന്നും നേർപ്പിച്ചെടുക്കുന്നുണ്ട്. അധികം വെള്ളം വേണ്ട, കുറച്ചൊന്ന് നമ്മളിപ്പോൾ ദോശ മാവിനേക്കാട്ടും കുറച്ച് ടൈറ്റിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതാ നല്ലോണം തന്നെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ നല്ല നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നല്ല നെയ്യ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചെയ്തെടുക്കുന്ന സമയത്ത്. അപ്പോൾ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. ചെറിയ കുഞ്ഞ് പീസാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ചെറിയ തോതിലൊന്ന് കളർ മാറി വരണം കേട്ടോ. അധികം ഇങ്ങനെ ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമില്ല. ചെറുങ്ങനെ ഒന്ന് കളർ മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. കറുത്ത എള്ളുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കരിഞ്ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി മൂപ്പിച്ചെടുക്കാം. ഇത്രയും മതിയാവൂ. മാവ് ഇവിടെ ഞാൻ ലേശം ഒന്ന് നേർപ്പിച്ചിന് കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മധുരം അല്ലെങ്കിൽ കുറച്ചും കൂടി ശർക്കര ഉരുക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. വെള്ളം കൂടി പോകാൻ പാടില്ല കേട്ടോ. ഇനി ഇതാ ഈ ഒരു കൂട്ടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം തന്നെ മിക്സ് ആക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും ആ ഒരു തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ കരിഞ്ജീരകത്താണ് കേട്ടോ. അതുവരെ നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഇത്രയും മതിയാവും. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇങ്ങനെ കോരി ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈടുമെന്ന് പോകുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോന്ന് ഇതേപോലെ ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കുയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിങ്ങനെ ഓരോ കൊള്ളി വെച്ചിട്ട് ഓരോന്നും കുത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മുള്ള എണ്ണ ഒഴിവാക്കുകയാണ് ചെയ്ത്.
അപ്പോൾ നല്ല ടേസ്റ്റുള്ള കുയ്യപ്പം എന്നിട്ട് നല്ല സോഫ്റ്റാണ്. ഇതേപോലെ ചെയ്യാത്തവരുടെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം എന്തായാലും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു വെറുതെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കുയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിച്ചത്. അതുപോലെ തയ്യാറാക്കി നോക്കി എന്തായാലും ഇഷ്ടമാവും. അപ്പം നല്ല സോഫ്റ്റാണ്, നിങ്ങൾക്ക് കാണുന്ന തന്നെ ഇത് അമർത്തുന്ന തന്നെ മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോ കാണാം കേട്ടോ.